ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ EVS ആണ്. എൻവയോൺമെൻറ്റൽ സയൻസ് പുതിയ പാഠപുസ്തകമാണ് കേട്ടോ. 2026 മാറിയ പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സാണിത്. എൻവയോൺമെൻറ്റൽ സയൻസ് 4ാം ക്ലാസ്സിൻ്റെ പാർട്ട് 1. അതിലെ 3ാമത്തെ ചാപ്റ്ററായ വിങ്ഡ് ബഡ്ഡീസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. വിങ്ഡ് ബഡ്ഡീസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, അതിൽ വരുന്ന ചോദ്യോത്തരങ്ങൾ, ലാസ്റ്റ് വരുന്ന ലെറ്റസാസസ്, അതിൻ്റെ ഉത്തരങ്ങൾ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണിത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം വിങ്ഡ് ബഡ്ഡീസ്. വിങ്ഡ് ബഡ്ഡീസിൽ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ഒരു ബേർഡ്സിനെ നിരീക്ഷിക്കുന്ന ഒരാളെ തന്നിട്ടുണ്ട്. കുറേ ബേർഡ്സിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബേർഡ്സിനെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് മനസ്സിലായ ഇപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഒബ്സർവ് ദ പിക്ചർ, ഡോണ്ട് യു സീ എ ലോട്ട് ഓഫ് ബേർഡ്സ് വിച്ച് ആർ ദ ഫെമിലിയർ വൺസ് ടു യു, ഡ്രോ എ സർക്കിൾ അറൗണ്ട് ഈച്ച് വൺ ഓഫ് ദം. ഈ തന്നിരിക്കുന്ന ബേർഡ്സിൽ നിങ്ങൾക്ക് പരിചിതമായ പക്ഷികൾ ഏതൊക്കെയാണ് അതൊന്ന് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ കണ്ടിട്ടുള്ള പക്ഷികളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിൽ, അതൊക്കെ ഒന്ന് റൗണ്ട് ചെയ്തോളൂ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. നെയിം ഈച്ച് ഓഫ് ദം, എന്നിട്ട് അതിൻ്റെ പേരുകൾ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ചില ബേർഡ്സിൻ്റെ പേരുകൾ കൊടുക്കാം. പാരറ്റ്, ഈഗിൾ, സ്റ്റോർക്ക്, ക്രോ, പീജൺ, ഔൾ, അതൊക്കെ നമുക്കിതിൽ കാണാം, അതൊക്കെ ഇതിനകത്തുണ്ട്. അടുത്തത്, ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് ബേർഡ്സ്, വാട്ട് ആർ ദ ബേർഡ്സ് ഫൗണ്ട് ഇൻ യുവർ ലൊക്കാലിറ്റി. ഒരുപാട് തരത്തിലുള്ള പക്ഷികളുണ്ട്. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കാണുന്ന പക്ഷികളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ 2 ബേർഡ്സിൻ്റെ പേര് കൊടുക്കാം. ക്രോ, അതുപോലെ തന്നെ പീക്കോക്കും കൊടുക്കാം കേട്ടോ. ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കാണുന്നതാണ് ഞാൻ ഈ കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കാണുന്നത് കൊടുക്കാം. ഹൗ ക്യാൻ യു ഐഡൻറ്റിഫൈ ദം, നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ആവണം എങ്ങനെയൊക്കെയാണ്? കളറ്, ഷേപ്പ്, അല്ലേ? കളറ്, ഷേപ്പ്, പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാവുന്നതാണ്. ബീക്ക്, അല്ലേ? കൊക്ക്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവരെ കണ്ടാൽ തിരിച്ചറിയും. ഹൗ മെനി ഓഫ് ദം ക്യാൻ ബി ഐഡൻറ്റിഫൈ ബൈ ദെയർ സൗണ്ട്സ്, എത്ര എണ്ണത്തിനെ നിങ്ങൾക്ക് സൗണ്ട് വെച്ച് തിരിച്ചറിയാം എന്നാണ് ചോദിക്കുന്നത്. ക്രോനെയും പീക്കോക്കിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൗണ്ട് വെച്ച് തിരിച്ചറിയാൻ പറ്റുന്ന ബേർഡ്സ് ആണ് ക്രോ, പീക്കോക്ക് എല്ലാം. പീക്കോക്ക് സൗണ്ട് ഉണ്ടാക്കുന്നത് നമുക്ക് തിരിച്ചറിയും, അതേപോലെ ക്രോ സൗണ്ട് ഉണ്ടാക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് നോട്ട്ബുക്ക്, ഇതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, നോ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ആണ്. നമുക്ക് 2 ബേർഡ്സിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് ഡക്കാണ്, ഒന്ന് പീക്കോക്കാണ്. വാട്ട് ആർ ദീസ് ബേർഡ്സ്, ഡിസ്ക്രൈബ് ദെയർ ഫീച്ചേഴ്സ്. തുടർന്ന് നമുക്ക് 5 ചോദ്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം നോക്കണം. നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. അതിനുശേഷം തന്നിരിക്കുന്നത് ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ദ ബേർഡ്സ് ഗിവൺ ബിലോ ആണ്. തന്നിരിക്കുന്നതിൽ 4 പിക്ചറിലുള്ള ബേർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. എക്സാമിൻ ദെയർ ഫെദേഴ്സ്, ലെഗ്സ്, ബീക്സ് ആൻഡ് ടെയിൽസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഒരു ടേബിൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പം നമുക്കിതിൻ്റെ മൊത്തത്തിലുള്ള ഉത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. ആദ്യം വരുന്നത് ഡക്കും പീക്കോക്കുമാണ് തന്നിരിക്കുന്ന ഫിഗറിലുള്ള ബേർഡ്സ്. അതിൻ്റെ പേരുകൾ എഴുതുക. അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. വാട്ട് ആർ ദീസ് ബേർഡ്സ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്. തന്നിരിക്കുന്നത് ആദ്യം ഡക്കാണ്. എ വാട്ടർ ബേർഡ് വിത്ത് എ ബ്രോഡ് ബോഡി, ഷോർട്ട് ലെഗ്സ് ആൻഡ് വാട്ടർ പ്രൂഫ് ഫെദേഴ്സ്. അടുത്തത് പീക്കോക്കാണ്. എ ലാർജ് കളർഫുൾ ലാൻഡ് ബേർഡ് നോൺ ഫോർ ഇറ്റ്സ് ബ്രില്യൻ ബ്ലൂ പ്ലൂമേജ് ആൻഡ് ലോങ് ട്രെയിൻ, അല്ല ലോങ് ടെയിലാണ് കേട്ടോ. പീക്കോക്കിൻ്റെ ഫെദേഴ്സ് തന്നെയാണല്ലേ അതിൻ്റെ സ്പെഷ്യാലിറ്റി. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ സിമിലാരിറ്റീസ് എമംഗ് ദം ആണ് അതിൻ്റെ ഉത്തരം. ബോത്ത് ആർ എഗ് ലേയിങ് ബേർഡ്സ്, ബോത്ത് ഹാവ് ഫെദേഴ്സ്, ബോത്ത് പൊസസ് വിങ്സ്, ബോത്ത് ഹാവ് ബീക്സ്, ബോത്ത് ഹാവ് 2 legs. അടുത്തത്, ഡു ദെയർ ബീക്സ് ഹാവ് എനി ഡിഫറൻസസ്, അതിൻ്റെ കൊക്കിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ? അപ്പോൾ ആദ്യം ഡക്ക് എടുക്കുകയാണെങ്കിൽ ഫ്ലാറ്റ്, ബ്രോഡ് ആൻഡ് സ്പൂൺ ഷേപ്പ്ഡ് ബിൽ ഡിസൈൻ ഫോർ ഫിൽറ്ററിങ് ഫുഡ് ഫ്രം വാട്ടർ ആൻഡ് മഡ്, അതാണ് അതിൻ്റെ കൊക്കിൻ്റെ പ്രത്യേകത. പീക്കോക്ക് ആണെങ്കിൽ ഷോർട്ട്, പോയിന്റഡ് ആൻഡ് സ്ട്രോങ് ബീക്ക്, ബിൽ ഫോർ പിക്കിംഗ് അപ്പ് സീഡ്സ്, ഗ്രെയിൻസ് ആൻഡ് ഇൻസെക്ട്സ് ഫ്രം ദി ഗ്രൗണ്ട്. പോയിന്റഡ് ആണ്, അതിന് ഈ വിത്തുകളും ഗ്രെയിൻസും ഒക്കെ കൊത്തി തിന്നാൻ പറ്റുന്ന രീതിയിലുള്ള കൊക്കാണ് അതിനുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, ഡു ദിയർ ഫെദേഴ്സ് ഹാവ് എനി ഡിഫറൻസസ്, അതിൻ്റെ ചിറകുകൾ, തൂവലുകൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നാണ്. ഡക്കിന് ഡെൻസ്, ഓയിലി ആൻഡ് വാട്ടർ പ്രൂഫ് ഫെദേഴ്സ് ദാറ്റ് കീപ് ദ ബേർഡ് ഡ്രൈ വൈൽ സ്വിമ്മിങ്. പീക്കോക്ക് ആണെങ്കിൽ ഹൈലി ഓർണമെന്റൽ ഇറിഡീസെന്റ് ബ്ലൂ ആൻഡ് ഗ്രീൻ ഫെദേഴ്സ് ദാറ്റ് റിഫ്ലക്ട് ലൈറ്റ്. അടുത്ത ചോദ്യം, ഡു യു നോട്ടീസ് എനി ഡിഫറൻസസ് ഇൻ ദ ടെയിൽ ഫെദേഴ്സ്.
അപ്പം ഡക്കിൻ്റെ ഷോർട്ട് സിമ്പിൾ ആൻഡ് പോയിൻറ്റഡ് ടെയിൽ ഫെതേഴ്സ് ആണ്. പീകോക്കിൻ്റെ എക്സ്ട്രീംലി ലോങ് സ്പെക്ടാക്കുലർ ടെയിൽ ഫെതേഴ്സ് ആണ്. അതിനെ കോൾഡ് എ ട്രെയിൻ എന്നാണ് പറയുന്നത്. അഡോൺഡ് വിത്ത് കളർഫുൾ ഐ സ്പോട്ട്സ്. ഇപ്പം ഇതൊന്നും വേണ്ട കേട്ടോ, ട്രെയിൻ ഒന്നും വേണ്ട. അഡോൺഡ് വിത്ത് കളർഫുൾ ഐ സ്പോട്ട്സ്. വാട്ട് ആർ ദി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ലെഗ്സ്, നെക്ക് ആൻഡ് ഹെഡിൻ്റെ ഉത്തരമാണ് ലെഗ്സ് എങ്ങനെയാണ്? ഡെക്സ് ഹാവ് ഷോർട്ട് ലെഗ്സ് വിത്ത് വെബ്ഡ് ഫീറ്റ് ഫോർ സ്വിമ്മിങ്. പീകോക്ക് ഹാവ് ലോങ് സ്റ്റേർഡി ലെഗ്സ് വിത്ത് ഷാർപ്പ് ക്ലോസ് ഫോർ വാക്കിംഗ് ആൻഡ് സ്ക്രാച്ചിങ് സോയിൽ. നെക്ക്, ഡെക്സ് ഹാവ് എ ഷോർട്ട് കർവ്ഡ് നെക്ക്. പീകോക്സ് ഹാവ് എ ലോങ് സ്ലെൻഡർ ആൻഡ് വൈബ്രൻറ്റ് ബ്ലൂ നെക്ക്. ഹെഡ് ആണെങ്കിൽ ഡെക്സ് ഹാവ് എ പ്ലെയിൻ സ്മൂത്ത് ഹെഡ്. പീകോക്സ് ഫീച്ചർ എ ഡിസ്റ്റിങ് ക്രസ്റ്റ് ഓഫ് ഫെദേഴ്സ് ഓൺ ദെയർ ഹെഡ്. അടുത്തത് നമുക്കൊരു ടേബിൾ ഫില്ല് ചെയ്യാനാണ്. പാരറ്റ്, കിങ്ഫിഷർ, സ്റ്റോർക്ക്, വുഡ് പെക്കർ ആണ് തന്നിരിക്കുന്ന ചിത്രത്തിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫെദേഴ്സ്, ലെഗ്സ്, ബീക്ക്, ടെയിലിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ എഴുതണം. അപ്പോൾ നോക്കിക്കോളൂ. പാരറ്റ് ആണെങ്കിൽ ഫെദേഴ്സ് ഗ്രീൻ ബ്രൈറ്റ് കളറാണ്. 2 ലെഗ്സ് വിത്ത് കേർവ്ഡ് ക്ലോസ് ആണ്. ബീക്ക് കർവ്ഡ് ആണ്, സ്ട്രോങ് ആണ്. ടെയിൽ ലോങ് ആണ്. കിങ്ഫിഷർ ആണെങ്കിൽ ബ്രൈറ്റ് ബ്ലൂ ഓറഞ്ചിൽ കാണാം. ലെഗ്സ് വളരെ ഷോർട്ടാണ്. ബീക്ക് ലോങ് ഡാഗേർഡ് ലൈക്ക് ആണ്. ടെയിൽ ഷോർട്ടാണ്. ബേർഡ്സ് ആണെങ്കിൽ ഇതിൽ സ്റ്റോർക്ക് ഫെദേഴ്സ് വൈറ്റ് മൾട്ടി കളേർഡ് ആണ്. ലോങ് ആൻഡ് സ്ലെൻഡർ ലെഗ്സ് ആണ്. ബീക്ക് ലോങ് പോയിൻറ്റഡ് ആണ്. ടെയിൽ ഷോർട്ടാണ്. ബേർഡ്സിൽ വുഡ് പെക്കർ ആണ് അടുത്തത്. ഫെദേഴ്സ് ബ്ലാക്ക്, വൈറ്റ്, റെഡ് ആണ്. ലെഗ് സ്ട്രോങ്, 2 ടോസ് ഫോർവേഡ് ആൻഡ് 2 ബാക്ക് ആണ്. ബീക്ക് വരുന്നത് ഷാർപ്പ് ചിസൽ ലൈക്ക് ആണ്. സ്റ്റിഫ് പ്രോപ്ഡ് ആണ് ടെയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബോക്സിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഇനി നമ്മൾ ഈ ബോക്സ് എഴുതിയതിന് ശേഷം മൈ ഫൈൻഡിങ്സ് എഴുതണം. മൈ ഫൈൻഡിങ്സ്: ഡിസ്റ്റിങ് ഫെദേഴ്സ്, സ്പെഷ്യലൈസ്ഡ് ബീക്സ്, വാരിഡ് ലെഗ് സ്ട്രക്ചേഴ്സ്. Similarities and differences are found in the physical features of birds. These help us in identifying the birds. ഇനി നമുക്ക് ഫുഡ് ഇൻ വേരിയസ് ഫോംസ് ആണ്. അതിൽ നമുക്ക് ഡക്ക്, പീജിയൺ, ഈഗിൾ, പാരറ്റ് 4 ഫിഗർ തന്നിട്ടുണ്ട്. ഡിഡിൻറ്റ് യു ഒബ്സർവ് ദ പിക്ചർ? നിങ്ങൾ ഈ ചിത്രങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ യെസ് കൊടുക്കുക. ഡു ഓൾ ബേർഡ്സ് ഈറ്റ് ദ സെയിം കൈൻഡ് ഓഫ് ഫുഡ്? എല്ലാ പക്ഷികളും ഒരേ തരത്തിലുള്ള ഫുഡാണോ കഴിക്കുക? നോ. ഈസ് ദർ മെത്തേഡ് ഓഫ് കളക്ടിങ് ഫുഡ് ദ സെയിം? അതും നോ ആണ്. ഇതിൻ്റെ എക്സ്പ്ലെയിൻഡ് ആൻസേഴ്സ് പറഞ്ഞു തരാം. ഡീറ്റെയിൽ ആൻസറിലേക്ക് കടക്കാം. Do all birds eat the same kind of food? in the uttaram no, they do not eat the same food. For example, ducks eat aquatic plants, insect. Eagles prey on small animals. Pigeons eat grains and hornbills alla. ഇത് നമുക്ക് ഇവിടെ പാരറ്റ് ആക്കിക്കോളൂ കേട്ടോ. പാരറ്റ് ഫ്രൂട്ട്സ് അതൊക്കെയല്ലേ കഴിക്കുക. ഓക്കെ. Is their method of collecting food the same? No. Water birds filter or scoop food. Birds of prey grab and tear with talons and sharp beaks. Woodpeckers drill into wood and groundbirds peck at seeds. അടുത്ത ചോദ്യം: ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദർ ഫുഡ് ഗാദറിംഗ് ആൻഡ് ദ ബോഡി പാർട്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, ദർ ഇസ് എ ഡയറക്റ്റ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഡക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഹാവ് വെബ്ഡ് ഫീറ്റ് ഫോർ സ്വിമ്മിങ് ആൻഡ് ബ്രോഡ് ബിൽസ് ടു ഫിൽറ്റർ ഫുഡ് ഫ്രം വാട്ടർ. ഈഗിൾ ആണെങ്കിൽ ഹാവ് ഷാർപ്പ് കർവ്ഡ് ടാലൂൺസ് ടു ഗ്രാബ് പ്രേ ആൻഡ് ഹുക്ക്ഡ് ബീക്സ് ടു ടിയർ മീറ്റ്. പീജിയൻസ് ഹാവ് ഷോർട്ട് കോൺ-ഷേപ്ഡ് ബിൽസ് ഐഡിയൽ ഫോർ ക്രാക്കിംഗ് സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്. പാരറ്റ് ആണെങ്കിൽ ഹാവ് ഗ്രീൻ ബ്രൈറ്റ് ഫെദേഴ്സ്, സ്ട്രോങ് കർവ്ഡ് ബീക്സ്, 2 ലെഗ്സ് വിത്ത് കർവ്ഡ് ക്ലോസ്, ലോങ് ടെയിൽ ഫെദേഴ്സ്. അടുത്തത് നമുക്ക് ലെറ്റ്സ് മാച്ച് ആൻഡ് ഡ്രോ ലൈൻസ് ആണ്. തന്നിരിക്കുന്ന ചിത്രങ്ങൾ മാച്ച് ചെയ്യാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യം ഡക്കാണ്. ഡക്കിന് ഏറ്റവും അവസാനത്തിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്, അതായത് ലാസ്റ്റ് വണ്ണാണ് കേട്ടോ. പിന്നെ അടുത്ത് തന്നിരിക്കുന്ന ഫിഗർ രണ്ടാമത്തേക്ക് മൂന്നാമത്തെ ഇതിലേക്ക് മാച്ച് ചെയ്യുക. നെക്സ്റ്റ് ഫസ്റ്റ് ഇതിലേക്ക് മാച്ച് ചെയ്യുക. അടുത്ത് സ്റ്റോർക്കിൻ്റെ ഇതിലേക്ക് മാച്ച് ചെയ്യുക. ഒന്നുകൂടി കാണിക്കുന്നതാണ്. ലാസ്റ്റ് വൺ ഇതിലേക്ക് മാച്ച് ചെയ്യുക. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ആർ ദ ബേർഡ്സ് ബീക്സ് ആൻഡ് ലെഗ്സ് ഹെൽപ്ഫുൾ ഇൻ ഗ്യാദറിംഗ് ഫുഡ്? ഡിസ്കസ്. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഫിഗർ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ബീക്സ് ആൻഡ് ലെഗ്സിൻ്റെ ഉത്തരമാണ് കേട്ടോ. ആ പറഞ്ഞതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. Beaks and legs are highly specialized tools evolved to help birds survive in their specific environments. Beaks in speciality: sharp hooked beaks steer meat, flat wide beaks strain food from water, long pointed beaks spear fish or drill into wood. Legs ആണെങ്കിൽ webbed feet act like paddles to swim after aquatic food. Long thin legs allow wading in deep water without wetting feathers. Sharp talons securely grasp and kill moving prey. ഓക്കെ, അപ്പം ഇത്രയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഞാൻ പറഞ്ഞത് ഏതിൻ്റെ ഉത്തരമാണെന്ന് മനസ്സിലായല്ലോ. ഇതിൻ്റെ ഉത്തരമാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്.
ഓക്കെ, നെക്സ്റ്റ് നൊക്ടേണൽ ട്രാവലേഴ്സ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. രാത്രിയിൽ കണ്ണു കാണുന്നവരെയാണ് അല്ലെങ്കിൽ ബേർഡ്സിനെയാണ് നമ്മൾ നൊക്ടേണൽ ബേർഡ്സ് എന്ന് പറയുക. ഔൾസ് ഹണ്ട് അറ്റ് നൈറ്റ്. Their broad wings and specialized feathers help them fly silently while searching for prey at night. The spot-bellied eagle owl that eats small creatures, the barn owl that eats rats and bandicoots, the brown fish owl that hunts fish, and the spotted owlet that eat insects and field mice. All of these are nocturnal travelers. അടുത്തത് ബേർഡ്സ് ആൻഡ് നെസ്റ്റ് ആണ്. ഹാവ് യു എവർ പെയ്ഡ് അറ്റൻഷൻ ടു ദ നെസ്റ്റ് ഓഫ് ബേർഡ്സ് അറൗണ്ട് us? ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ഹൗ നെസ്റ്റ് ഡിഫർ ഇൻ വേരിയസ് വേസ്. അപ്പോൾ നെസ്റ്റ് എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള പ്ലേസസ് വേർ ദേ ആർ സീൻ, മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, റീപ്രൊഡക്ഷൻ, ക്ലൈമറ്റ്, ഷേപ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. അടുത്തത് ബേർഡ്സ് നെസ്റ്റ് ഡിഫർ ഇൻ സൈസ്, ഷേപ്പ്, മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, ദ പ്ലേസ് വെർ ദേ ആർ ബിൽറ്റ് ആൻഡ് ദ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് എഴുതാവുന്നതാണ്. മെനി ടൈപ്സ് ഓഫ് എഗ്സ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള എഗ്സ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ക്യൂൾസ് എഗ്, ഹെന്നിൻ്റെ, ഡക്കിൻ്റെ, ഏമൂൻ്റെ. അപ്പോൾ ഒബ്സർവ് ദ എഗ്സ് ഓഫ് ഡൊമസ്റ്റിക് ബേർഡ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ്. റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ബേസ്ഡ് ഓൺ ദിയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ ഷേപ്പ്, കളർ, സൈസ്, വെയ്റ്റ് ആൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഷെൽ. അപ്പോൾ നമുക്ക് ഷേപ്സ് ഡിഫറെൻ്റ് ആണ്. എഗ് വേരീസ് ഇൻ സൈസ്, വേരീസ് ഇൻ കളർ. അടുത്ത തന്നിരിക്കുന്ന ചിത്രം ഒബ്സർവ് ചെയ്യൂ. ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗാണ് ഈ വലുത്. പിന്നെ കാക്കട തന്നിട്ടുണ്ട്, കുക്കുവിൻ്റെ എഗ്ഗും തന്നിട്ടുണ്ട്. ഇനി ഇത് മൂന്നും ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ ഫൈൻഡിങ്സ് എഴുതണം. അതിൻ്റെ സിമിലാരിറ്റീസ് വരുന്നത് ഓൾ 3 eggs are oval, possess hard protective outer shell and function to nurture developing bird embryos. Differences: the ostrich egg is extremely large while the crow and cuckoo eggs are quite small in comparison. Ostrich eggs are glossy cream or off-white. Crow eggs are pale blue-green with dark brown spots. Cuckoo eggs can vary to mimic host eggs but are distinctly sized. അപ്പോൾ ഇതാണ് അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസസും ആയിട്ട് എഴുതേണ്ടത്. അടുത്തത് ഓസ്ട്രിച്ചിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രിച്ച് ആണ് ലാർജസ്റ്റ് ബേർഡ്. അതിൻ്റെ എഗ്ഗ് തന്നെയാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് കേട്ടോ. എ സിംഗിൾ എഗ് ക്യാൻ വെയ് അറ്റ് എബൌട്ട് 1.5 kilogram ആണ്. ഒരു മുട്ട 1.5 kilo വെയിറ്റ് ഉണ്ടാവുമെന്നാണ് പറയണത്. ഇനി അടുത്ത് തന്നിരിക്കുന്നത് മൈഗ്രേറ്ററി ബേർഡ്സ്, ദേശാടന പക്ഷികളുടെ ചിത്രങ്ങളാണ്. ഡു യു സീ ദ ബേർഡ് ഷോൺ ഇൻ ദ പിക്ചർ ഇൻ യുവർ ലൊക്കാലിറ്റി ഡ്യൂറിങ് ഓൾ സീസൺസ്? വാട്ട് കുഡ് ബി ദ റീസൺ? താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിലുള്ള ബേർഡ്സിനെ നിങ്ങൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എല്ലാ കാലാവസ്ഥയിലും എല്ലാ സീസണിലും കാണാറുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല. എന്താണ് കാരണം? ഇവർ മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. അതിൻ്റെ റീസൺ: to escape from adverse climatic conditions and in search of food, birds travel in flocks from one place to another. When the weather in their previous place becomes favorable, they return. Such birds are called migratory birds. അപ്പോൾ ഇവർ ഓരോ ക്ലൈമാറ്റിക് കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് ഇവർ എന്ത് ചെയ്യും? ഫുഡ് തേടി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകും. വെതർ മാറുന്നതിനനുസരിച്ച് ഇവർ സഞ്ചരിക്കും. അത് മാറിക്കഴിയുമ്പോൾ സീസണിലാണ്, അത് കഴിയുമ്പോൾ അവർ തിരിച്ചു വരികയും ചെയ്യും. ഇങ്ങനെയുള്ളവരെയാണ് മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് വിളിക്കുക. ഫൈൻഡ് ദ നെയിംസ് ഓഫ് മോർ മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ പേരുകൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സൈബീരിയൻ ക്രെയിൻ, ഗ്രീൻ വാർബ്ലർ, ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ, പസഫിക് ഗോൾഡൻ പ്ലോവർ ഒക്കെ ആ ഒരു ഇതിൽ പെടുന്നതാണ് കേട്ടോ. അതിവിടെ കൊടുത്തിട്ടുണ്ട് ചില പേരുകൾ. അതിലില്ലാത്തത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന പിക്ചർ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്കസ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ ദ ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡിസ്കസ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്. വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ബേർഡ്സ് ടു ദ എൻവയോൺമെൻറ്റ്? ദേ ക്ലീൻ ദ സറൗണ്ടിങ്സ്, ദേ ഈറ്റ് ഇൻസെക്ട്സ്, സീഡ് ഡിസ്പേഴ്സൽ, പോളിനേഷൻ. ഇതിനെല്ലാം അവർ സഹായിക്കുന്നുണ്ട്. Haven't you noticed that plants like curry leaves, bird's eye chili and other similar plants grow on their own in your home surroundings without planting them? Why does this happen? Find out. അപ്പോൾ നമ്മൾ വിത്തിടാതെ തന്നെ പല ചെടികളും മുളയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഈ സീഡ് ഡിസ്പേഴ്സൽ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഇവിടെ എഴുതാം. സീഡ് ഡിസ്പേഴ്സൽ കാരണമാണ് ആക്ച്വലി അതിങ്ങനെ മുളയ്ക്കുന്നത്. നമ്മളൊന്നും ചെയ്യാതെ തന്നെ അത് മുളയ്ക്കുന്നതിൻ്റെ റീസൺ അങ്ങനെയാണ്. അടുത്തത് ക്യൂരിയോസിറ്റീസ് ഓഫ് ദ വേൾഡ് ഓഫ് ബേർഡ്സ് ആണ്. ഈസ് ഡൈവേഴ്സിറ്റി സീൻ ഇൻ ബേർഡ്സ് ഓൺലി ഇൻ ദിയർ ബീക്സ്, ഫെദേഴ്സ്, ലെഗ്സ്, കളക്ഷൻ ഓഫ് ഫുഡ്സ്, നെസ്റ്റ് ബിൽഡിംഗ് ആൻഡ് മൈഗ്രേഷൻ? ഹാവ് യു നോട്ടീസ്ഡ് എനി അതർ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ആർ സീൻ ഓൺലി ഇൻ സർട്ടൻ ബേർഡ്സ്?
അതിൽ ക്രോസ് ഗ്യാദർ ടുഗെദർ വെൻ ദർ ഇസ് എ സൈൻ ഓഫ് ഡേഞ്ചർ. അപ്പം ഇങ്ങനെ ചില ബേർഡ്സിന് ചില പ്രത്യേകതകളുണ്ട്. എന്തെങ്കിലും അപകടങ്ങൾ വരാൻ പോണെങ്കിൽ കാക്കകൾ ഇങ്ങനെ ഒരുമിച്ച് കരയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അവരൊരു ഗ്രൂപ്പാവും. പീകോക്ക് സ്പ്രെഡ് ദിയർ ഫെദേഴ്സ് ആൻഡ് ഡാൻസ്. പീകോക്ക് അതുപോലെ തന്നെ അവരുടെ ചിറക് വിരിച്ച് ഡാൻസ് ചെയ്യുന്നത് അവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഹെൻസ് വാൺ ദ ചിക്സ് വെൻ എ കൈറ്റ് അപ്പിയേഴ്സ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഈഗിൾ പോലുള്ള ബേർഡ് പിടിക്കാൻ വരുന്ന സമയത്ത് കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ വാൺ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഈ ബേർഡ്സിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുകളാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ദ ഗ്രേറ്റ് ഹോൺബിൽ, മലമുഴക്കി വേഴാമ്പലിനെ കുറിച്ചിട്ട് വായിക്കാൻ തന്നിട്ടുണ്ട്. അടുത്തത് മരംകൊത്തി, വുഡ് പെക്കറിനെ കുറിച്ചും വായിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് ബേർഡ് വാച്ചേഴ്സ് ആയ ഡോക്ടർ സലിം അലീനെ കുറിച്ചും കെ നീലകണ്ഠൻ, ഡോക്ടർ ആർ സുഗതൻ ഇവരെ കുറിച്ച് തന്നിട്ടുണ്ട്. ഡോക്ടർ സലീം അലി വേൾഡ് റിനോൺ ബേർഡ് വാച്ചർ ആണ്, ഇന്ത്യയിലെ തന്നെ. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ ഫോൾ ഓഫ് എ സ്പാരോ. നവംബർ 12 അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അന്നാണ് നമ്മുടെ നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ. കെ നീലകണ്ഠൻ, ഇന്ദുചൂടൻ, അതുപോലെ ഡോക്ടർ ആർ സുഗന്ധൻ ഇവരൊക്കെ ബേർഡ് വാച്ചേഴ്സ് ആണ്. ഫൈൻഡ് ഔട്ട് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദീസ് ബേർഡ് വാച്ചേഴ്സ് ആൻഡ് പ്രസന്റ് ദം ഇൻ ദ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കെ നീലകണ്ഠനെ കുറിച്ചും ഡോക്ടർ ആർ സുഗന്ധനെ കുറിച്ചും കൂടി ഒന്ന് നോക്കാം. കെ നീലകണ്ഠൻ ഇന്ദുചൂടൻ, ഇദ്ദേഹത്തിൻ്റെ പെൻനെയിമാണ് ഇന്ദുചൂടൻ. കേരളാസ് ഓൺ ബേർഡ്മാൻ. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ജനറേഷൻസ് ടു ദ ബ്യൂട്ടി ഓഫ് ബേർഡ്സ് ത്രൂ ഹിസ് മലയാളം ബുക്സ് ലൈക്ക് കേരളത്തിലെ പക്ഷികൾ. ഹി ഓൾസോ പ്ലേഡ് എ കീ റോൾ ഇൻ പ്രൊട്ടക്ടിങ് സൈലന്റ് വാലി, വൺ ഓഫ് കേരളാസ് റിച്ചസ്റ്റ് ഫോറസ്റ്റ്. ഹി യൂസ്ഡ് സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് പോയറ്റിക് സ്റ്റോറീസ് ടു ടീച്ച് പീപ്പിൾ അബൌട്ട് ബേർഡ്സ് ആൻഡ് നേച്ചർ. ഡോക്ടർ ആർ സുഗതൻ ആണെങ്കിൽ റിവേർഡ് ഓർണിത്തോളജിസ്റ്റ് ഫ്രം കേരള, ഡിസിപ്പിൾ ആൻഡ് ക്ലോസ് അസോസിയേറ്റ് ഓഫ് ഡോക്ടർ സലിം അലി. Worked as an ornithologist at Tattekad Bird Sanctuary. Discovered a new type of owl named Ripley owl. കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. Carried out several research studies on birds. Led many efforts to protect the forest of Kerala. അടുത്തത് ബേർഡ് സാങ്ച്വറീസ് തന്നിട്ടുണ്ട്. ബേർഡ് സാങ്ച്വറി സ്പെഷ്യലി പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ് ബേർഡ്സിന് വേണ്ടിയിട്ട്. ദർ ആർ മെനി ബേർഡ് സാങ്ച്വറീസ് ഇൻ കേരള. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഉണ്ട്, എറണാകുളം ജില്ലയിലാണ്. അത് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ്. അതുപോലെ കുമരകം കോട്ടയത്താണ്. കടലുണ്ടി കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ്. ചൂലന്നൂർ പീകോക്ക് സാങ്ച്വറി പാലക്കാട് ജില്ലയിലാണ്. മംഗളവനം എറണാകുളം ജില്ലയിലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടുവേർഡ്സ് വാച്ചിങ് ബേർഡ്സ് തന്നിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ള പക്ഷി സങ്കേതം ഏതാണ്, നിങ്ങൾ അവിടെ പോവുക. ഒരുപാട് ബേർഡ്സിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോകുമ്പോൾ ചെയ്യേണ്ട പ്രിപ്പറേഷൻസ് ആണ് ഫിക്സ് ദ പ്ലേസ് ആൻഡ് ടൈം ടു വിസിറ്റ്. പോകേണ്ട സ്ഥലവും സമയവും ഫിക്സ് ചെയ്യുക. ബൈനാക്കുലേഴ്സ് ഒക്കെ എടുക്കുക. അതുപോലെ തന്നെ വെള്ളം, സ്നാക്സ്, നോട്ട്ബുക്ക്, പെന്ന് ഇതെല്ലാം എടുക്കുക. അതുപോലെ തന്നെ അവിടെ പോയാൽ ബേർഡ്സിനെ ശല്യം ചെയ്യാതെ അവരുടെ സേഫ്റ്റിയും കൂടി, നമ്മുടെ സേഫ്റ്റിയും ബേർഡ്സിൻ്റെയും എല്ലാം നോക്കിയിട്ട് പെരുമാറുക. എന്നിട്ട് ഒബ്സർവ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അടുത്തത് crows, hens, mynas, peacocks, hornbills and many more colorful birds are all around us. What a variety of birds there are with different sounds and colors. Let's continue the journey to their curious world. അപ്പോൾ നമ്മളുടെ ചാപ്റ്റർ അവിടെ തീരുകയാണ്. ഇനി ലെറ്റസ് ആൻസേഴ്സിൽ വരുന്ന ചോദ്യോത്തരങ്ങൾ നോക്കാം. നമുക്ക് 3 ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത്. അതിൽ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം വരുന്നത്, hey, is this a woodpecker? Roby called out loudly when he saw a bird by the pond. The beak of the woodpecker is not like that, is it? Ian replied. What bird could it be? Give it a suitable color and complete the picture. അപ്പോൾ ഇത് വുഡ്പെക്കർ അല്ല, പക്ഷേ വുഡ്പെക്കറിൻ്റെ ബീക്ക് ഇതുപോലെ ആണോ? ആ കുട്ടികളുടെ സംശയമാണ് കേട്ടോ. അപ്പോൾ അത് വുഡ്പെക്കർ അല്ലെങ്കിൽ അത് വേറെ ഏത് ബേർഡാണ്? കാണുമ്പോൾ അതുപോലെ ഇരിക്കുന്നുണ്ട്. ആക്ച്വലി ഈ ബേർഡ് കിങ്ഫിഷർ ആണ്. റൈറ്റ് എ നോട്ട് മെൻഷനിങ് ഇറ്റ് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം കേട്ടോ. ആദ്യം ഇത് കിങ്ഫിഷർ ആണ്. എ ബേർഡ് കോമൺലി സീൻ എലോങ് പോണ്ട്സ് ആൻഡ് റിവർ ബാങ്ക്സ് ഇൻ റൂറൽ ഏരിയാസ്. ഇറ്റ്സ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് എ ബ്രൈറ്റ് ബ്ലൂ കളേർഡ് അപ്പർ പാർട്ട്, കോപ്പറി ഗ്രേ കളേർഡ് അണ്ടർസൈഡ്, കോപ്പർ സ്ട്രൈപ്പ് ഓൺ ദ ഇയർ ലോബ് ബിഹൈൻഡ് ദ ഐ ആൻഡ് എ വൈറ്റ് സ്ട്രൈപ്പ് ബിഹൈൻഡ് ഇറ്റ്. ഇറ്റ് ക്യാൻ ഫ്ലൈ വെരി ക്വിക്ലി ഓവർ ദ വാട്ടർ സർഫസ്, snatch small fish from the water and then return to its original position. It also feeds on small frogs and some insects. ഇതാണ് കിങ്ഫിഷറിൻ്റെ പ്രത്യേകത കേട്ടോ.
ഇനി നമുക്കിതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. കംപ്ലീറ്റ് ദ ടേബിൾ ആണ്. നമുക്ക് പാരറ്റും വുഡ് പെക്കറും മാത്രമേ അവർ തന്നിട്ടുള്ളൂ. ബാക്കി 3 ബേർഡ്സ്, കളറ്, ഫുഡ്, സ്പെഷ്യൽ ബോഡി ഫീച്ചേഴ്സ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് നെസ്റ്റ് എല്ലാം നമ്മൾ എഴുതണം. നോക്കിക്കോളൂ. അപ്പോൾ പാരറ്റ് ആണെങ്കിൽ ഗ്രീൻ കളറാണ്, ഗ്രെയിൻ, സീഡ്സ്, ഫ്രൂട്ട്സ് അതിൻ്റെ ഫുഡാണ്. ബോഡി ഫീച്ചേഴ്സ് കേർവ്ഡ് റെഡ് ബീക്ക് ആണ്, സ്ലിം ലെഗ്സ് ഫോർ ക്ലൈംബിംഗ് ട്രീസ്, ലോങ് ട്രയാങ്കിൾ ഷേപ്ഡ് ടെയിൽ, ബ്ലാക്ക് റിംഗ് അറൗണ്ട് ദ നെക്ക്. നെസ്റ്റ് ആണെങ്കിൽ പാരറ്റ്സ് യൂഷ്വലി ബിൽഡ് നെസ്റ്റ് ഇൻ ട്രീ ഹോൾസ്, മരത്തിൻ്റെ പൊത്തിലൊക്കെയാണ് കൂടുണ്ടാക്കുക. ക്രോ ആണെങ്കിൽ ബ്ലാക്ക് കളറാണ്, ഫുഡ് ലെഫ്റ്റ് ഓവേഴ്സ്, ഗ്രെയിൻസ്, ഇൻസെക്ട്സ്. ബോഡി ഫീച്ചർ എൻറ്റയർ ബോഡി ഈസ് ബ്ലാക്ക് ഇൻ കളർ. നെസ്റ്റ് ക്രോ ബിൽഡ് നെസ്റ്റ് ഓൺ ട്രീ ബ്രാഞ്ചസ് യൂസിങ് സ്റ്റിക്സ്. ദേ ഓൾസോ ഡെക്കറേറ്റ് ദ നെസ്റ്റ് യൂസിങ് സോഫ്റ്റ് തിങ്സ്. അടുത്തത് ഔളാണ്. കളർ എന്താ? ബ്രൗൺ അല്ലെങ്കിൽ ഗ്രേ കളറാണ്. ഫുഡ് സ്മോൾ ഇൻസെക്ട്സ് ആണ്. ബോഡി ഫീച്ചേഴ്സ് ഫെദേഴ്സ് ഹെൽപ്പ് ദം ഫ്ലൈ സൈലൻ്റ്ലി ആൻഡ് ഹണ്ട് അറ്റ് നൈറ്റ്. ഹണ്ടാണ് കേട്ടോ. നെസ്റ്റ് ആണെങ്കിൽ owls usually do not build their own nest. They use old nest made by other birds, tree holes or old buildings. Some owls make burrows in the ground. അടുത്ത നെയിം ഓഫ് ബേർഡ് കിങ്ഫിഷർ ആണ്. കളർ ബ്രൈറ്റ് ബ്ലൂ ആൻഡ് ഓറഞ്ച് ആണ്. ഫുഡ് ഫിഷ് ആണ്. ലോങ് ബീക്ക് ആയിരിക്കും. ദേ ഡിഗ് ടണൽസ് ഇൻ റിവർ ബാങ്ക്സ് ഓർ നിയർ വാട്ടർ ബോഡീസ് ആൻഡ് ബിൽഡ് നെസ്റ്റ് ഇൻസൈഡ്. വുഡ് പെക്കർ ആണെങ്കിൽ യെല്ലോ മിക്സ്ഡ് വിത്ത് ഗ്രീൻ ഓർ ബ്രൗൺ ആണ്. ഇൻസെക്ട്സ്, വേംസ്, ഫുഡ്. ബോഡി ഫീച്ചർ ഷാർപ്പ് ബീക്ക്, റെഡ് ക്യാപ്പ് ഓൺ ഹെഡ് ആണ്. ട്രീ ഹോളോ ആണ് അവരുടെ നെസ്റ്റ്. അപ്പം ഇത്രയാണ് രണ്ടാമത്തതിൻ്റെ ഉത്തരം വരുന്നത്. ഇനി നമുക്ക് തേർഡ് ആണ്. തേർഡ് ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം സ്റ്റോർക്ക് ഒന്ന് നമ്മൾ ലോങ് ലെഗ്സ് ലോങ് ബീക്കിലേക്ക് മാച്ച് ചെയ്യുക. 2 C ആണ് കേട്ടോ. ഫ്ലാറ്റ് ബീക്ക്, ടോസ് കണക്റ്റഡ് വിത്ത് സ്കിന്ന്. 3 A ആണ്. ഷാർപ്പ് കേർവ്ഡ് ബീക്ക്, ഷാർപ്പ് നെയിൽസ് ഓൺ ദ ടോസ് ആണ്. അടുത്തത് 4 D തന്നെയാണ്. പോയിൻറ്റഡ് ബീക്ക്, 2 ടോസ് ഓൺ ഈച്ച് ഫുഡ്, ഫേസിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കുറച്ച് സ്പീഡ് കൂടിപ്പോയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്ലോ ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. പൗസ് ചെയ്തിട്ട് കണ്ട് ഉത്തരങ്ങൾ നോട്ട് ചെയ്യുക. ഒരുപാട് സ്ലോ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവും വീഡിയോ. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീണ്ടും പറയുകയാണ്, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, തുടർന്നും വാച്ച് ചെയ്യുക. Thank you for watching.